നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശന് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഏറ്റ ആദ്യ തിരിച്ചടി എന്ന് പറയാം. ആഭ്യന്തര വകുപ്പ് വി ഡി സതീശന് ഇല്ല. മുഖ്യമന്ത്രിക്ക് ആഭ്യന്തര വകുപ്പില്ല. ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തല കൈകാര്യം ചെയ്യും. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാകാനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അദ്ദേഹമാണ് കേരളത്തിലെ ഏറ്റവും മുതിർന്ന കോൺഗ്രസ് നേതാവ്. നേരത്തെ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാകാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ സീനിയോറിറ്റി പരിഗണിച്ച് ഒരു ടേമിലെങ്കിലും അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആക്കേണ്ടതായിരുന്നു. എന്നാൽ അതിന് ഹൈക്കമാൻഡ് തയ്യാറായില്ല. മുസ്ലിം ലീഗിൻ്റെ പിടിവാശിക്ക് മുന്നിൽ ഹൈക്കമാൻഡിന് മുട്ടുമടക്കേണ്ടി വന്നു. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കേണ്ടി വന്നു. അപ്പോൾ സ്വാഭാവികമായും പ്രതിഷേധമുയരും. ആ പ്രതിഷേധം രമേശ് ചെന്നിത്തലയ്ക്കും ഉണ്ടായിരുന്നു. അദ്ദേഹം ക്യാബിനറ്റിലേക്കേ ഇല്ല എന്ന് പറഞ്ഞ് മാറി നിന്നു. കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗത്തിലോ UDF നേതൃയോഗത്തിലോ അദ്ദേഹം പങ്കെടുത്തില്ല. ചെന്നിത്തലയുടെ നിലപാട് കോൺഗ്രസിൽ വലിയ പ്രതിസന്ധിയായി. പ്രശ്നം പരിഹരിക്കാൻ ഹൈക്കമാൻഡ് തന്നെ ഇടപെട്ടു. ആഭ്യന്തര വകുപ്പ് ലഭിച്ചാൽ മാത്രമേ മന്ത്രിസഭയിലേക്കുള്ളൂ എന്ന നിലപാട് എടുത്തു രമേശ് ചെന്നിത്തല. അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ ഹൈക്കമാൻഡ് തന്നെ നിർദ്ദേശിച്ചു രമേശ് ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കാൻ. ധനകാര്യ വകുപ്പ് കൊടുത്ത് രമേശ് ചെന്നിത്തലയെ ഒതുക്കാം എന്നാണ് കരുതിയത്. കാരണം ധനകാര്യ വകുപ്പ് കിട്ടിയാൽ ഈ മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ പഴി കേൾക്കേണ്ടി വരുന്ന ആളായിരിക്കും ധനകാര്യ വകുപ്പ് മന്ത്രി. കാരണം നല്ല സാമ്പത്തിക ആസൂത്രണം ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ. ചെറിയ പണമൊന്നും പോരാ. എവിടെ നിന്ന് ഇത്രയും കാശുണ്ടാക്കും? പൂച്ച പെറ്റുകിടക്കുകയാണ് ട്രഷറിയിൽ, അത് മാറ്റുമെന്നൊക്കെ വി ഡി സതീശൻ വീമ്പ് പറഞ്ഞിരുന്നു. അദ്ദേഹം തന്നെ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്ത് ഈ പ്രതിസന്ധി പരിഹരിച്ച് കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ഒന്ന് മെച്ചപ്പെടുത്തിയെടുക്കുക, അതായിരുന്നു ചെയ്യേണ്ടത്. അതല്ലേ ഹീറോയിസം. ഇപ്പോൾ ഇതാ ആ ഹീറോയിസം നടപ്പാക്കാൻ വി ഡി സതീശന് അവസരം ലഭിച്ചിരിക്കുന്നു. ധനകാര്യ വകുപ്പ് മുഖ്യമന്ത്രി വി ഡി സതീശൻ കൈകാര്യം ചെയ്യും എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ കോൺഗ്രസിൽ 5 മന്ത്രിമാരുടെ പട്ടിക തയ്യാറായിട്ടുണ്ട്. ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവും. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മന്ത്രിസഭയിലേക്ക് വരും. M ലിജു, K മുരളീധരൻ, PC വിഷ്ണുനാഥ് എന്നിവർ മന്ത്രിയാകുമെന്ന് ഉറപ്പിച്ചിട്ടുണ്ട്. ശേഷിക്കുന്നവരുടെ പട്ടിക തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല 2 പേരുടെ പേരും കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അൻവർ സാദത്തിൻ്റെയും IC ബാലകൃഷ്ണൻ്റെയും. അംഗീകരിക്കുമോ ഇല്ലയോ എന്നറിയില്ല. KC വേണുഗോപാലിൻ്റെ വീട്ടിൽ ഇപ്പോൾ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് മന്ത്രിമാർ ആരൊക്കെയാകണം എന്നത് സംബന്ധിച്ച്. ആഭ്യന്തര വകുപ്പ് കൈവിട്ടത് വി ഡി സതീശനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. സംശയമേ ഇല്ല, വലിയ തിരിച്ചടിയാണ്. കാരണം എല്ലാ കാലത്തും മുഖ്യമന്ത്രിമാരാണ് ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് കുറച്ചു കാലം രമേശ് ചെന്നിത്തലയും കുറച്ചു കാലം തിരുവഞ്ചൂർ രാധാകൃഷ്ണനും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്തായിരുന്നു മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയും ഏറ്റവും നല്ല രീതിയിൽ മുന്നോട്ട് പോയത്, ഒത്തൊരുമിച്ച് മുന്നോട്ട് പോയത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പ് ലഭിച്ച അവസരത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ PA അറസ്റ്റ് ചെയ്യുന്നത് സോളാർ കേസിൽ എന്ന് നാം ഓർക്കണം. എന്ന് വെച്ചാൽ ഏത് നിമിഷവും മുഖ്യമന്ത്രിയെ അടക്കം സംശയത്തിൻ്റെ നിഴലിലാക്കാൻ കഴിയുന്ന വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് എന്നത് ഓർക്കണം. അങ്ങനെ വരുമ്പോൾ സുപ്രധാനമായ വകുപ്പാണ്. എല്ലാ വകുപ്പിനേക്കാളും വലിയ വകുപ്പാണ്. ഏകദേശം മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി മാറി വരും എന്നത് നമുക്കറിയാം. VS അച്യുതാനന്ദൻ കേരളം ഭരിക്കുന്ന ഘട്ടത്തിൽ, മുഖ്യമന്ത്രിയായിരിക്കുന്ന ഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്തത് കോടിയേരി ബാലകൃഷ്ണനാണ് എന്നുകൂടി ഓർക്കണം. എന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പ് ആരാണോ കൈകാര്യം ചെയ്യുന്നത് അദ്ദേഹമാണ് മന്ത്രിസഭയിലെ ഒന്നാമൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ഇത്തവണ വി ഡി സതീശനിൽ നിന്ന് അത് കൈവിട്ടിരിക്കുന്നു എന്നർത്ഥം. മുസ്ലിം ലീഗിന് അതിൽ വലിയ ആശങ്കയുണ്ടാകാൻ സാധ്യതയുണ്ട്. വി ഡി സതീശൻ്റെ കയ്യിൽ ആഭ്യന്തര വകുപ്പ് ഉണ്ടാകണം എന്നായിരിക്കും മുസ്ലിം ലീഗ് ആഗ്രഹിക്കുക. കാരണം മുസ്ലിം ലീഗാണ് മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നത്. കാരണം വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിൽ നിർണായക ഇടപെടൽ നടത്തിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അതുകൊണ്ട് തന്നെ നല്ല സ്വാധീനം വി ഡി സതീശന് മുകളിൽ മുസ്ലിം ലീഗിന് ഉണ്ടാകും. അതിലൂടെ പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും മുസ്ലിം ലീഗിന് എന്നാണ് കരുതിയത്. പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിലൂടെ അതിപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. വലിയ നഷ്ടമാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം. രണ്ടാമത്തെ തിരിച്ചടിയാണ് ഒരുപക്ഷെ മുസ്ലിം ലീഗിന് സംഭവിക്കാൻ പോകുന്നത്. ഒന്നാമത്തേത് 5 മന്ത്രിമാരില്ല എന്നതാണ്. രണ്ടാമത്തേത് ആഭ്യന്തര വകുപ്പ് രമേശ് ചെന്നിത്തലയ്ക്ക് ലഭിച്ചു എന്നതാണ്. എന്തായാലും കാര്യങ്ങൾ വലിയ കുഴപ്പത്തിലേക്കാണ് പോകുന്നത് എന്നാണ് തോന്നുന്നത്. മന്ത്രിസഭയുടെ പ്രവർത്തനം ഈ രീതിയിലാണെങ്കിൽ സുഗമമായി മുന്നോട്ട് പോകാൻ സാധ്യത വളരെ വളരെ കുറവാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പ്, മന്ത്രിമാരുടെ മുഴുവൻ പട്ടികയും വകുപ്പും പുറത്തു വരും. അപ്പോഴേക്കും
ഈ മന്ത്രിസഭയുടെ സ്വഭാവം എന്താണ് എന്ന് ഏതാണ്ട് മനസ്സിലാകും.